എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബേക്കറി സ്റ്റൈൽ ജിലേബിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജിലേബി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചേരുവകളൊന്നും തന്നെ വേണ്ട കേട്ടോ. കുറച്ച് ചേരുവകളും വളരെ എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഷേപ്പ് വരെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ഉഴുന്നാണ്. ഞാനിപ്പോൾ 250 ml അളവ് കപ്പിൽ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. അളവ് കപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഉഴുന്നെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് സ്പ്ലിറ്റഡ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. മുഴുവനായിട്ടുള്ള ഉഴുന്ന് വേണമെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. ഉഴുന്ന് നല്ലപോലെ തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 4-5 മണിക്കൂർ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉഴുന്നൊന്ന് കുതിർത്തിയെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് നല്ല പോലെ തന്നെ നമുക്കൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴുകിയെടുത്ത ഉഴുന്നാണെങ്കിലും വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഉഴുന്നിലെ ഒരു വെള്ളമൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് തോർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കണം. ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് നമ്മൾ അത് അരച്ചിട്ടെടുക്കണം. ജിലേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ഉഴുന്നിലധികം വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഗ്രൈൻഡറിലിട്ട് അരച്ചിട്ടെടുത്താലും മതി കേട്ടോ. നമ്മൾ ഇതുപോലെ മിക്സിയിലാണ് അരച്ചിട്ടെടുക്കുന്നതെങ്കിൽ ഈ ഒരു ചെറിയ ജാറ് തന്നെ എടുക്കുക. മിക്സിയിലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചാലേ നമുക്കിത് നല്ല ഫൈനായിട്ട് അരഞ്ഞും കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരുപാട് കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓരോ തവണ ഒരു 4-5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല ഫൈനായിട്ടൊന്നും നമുക്ക് അരഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡും ഒരു അടിഭാഗത്തു നിന്നൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമുക്ക് ഒട്ടും തന്നെ തരികൾ പോലും ഇല്ലാതെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരികൾ പോലും ഇല്ലാതെ വേണം നമ്മൾ ഇതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ അരച്ചിട്ടെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്. വെള്ളത്തിൻ്റെ അളവ് കൂടി പോയാൽ ജിലേബി നന്നാകത്തുമില്ല. നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിനാക്കിയിട്ട് എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നിങ്ങളൊന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉഴുന്നും കൂടെ കുറച്ച് മാത്രം വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടില്ല, ഈ ഒരു കട്ടി കൊണ്ടായിരിക്കണം നമ്മൾ ഉഴുന്ന് അരച്ചിട്ടെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഉഴുന്നെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലോർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കോൺഫ്ലോർ ആണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും അതിൻ്റെ അളവ് കൂടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ ഒരു ജിലേബിക്ക് ഒരു ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്കിതിലേക്ക് ഒരു 2 നുള്ള മഞ്ഞൾപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജിലേബി നമുക്കൊരു മഞ്ഞ കളറിൽ കിട്ടും. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒരു 4-5 മിനിറ്റോളം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 4-5 മിനിറ്റോളം നല്ല പോലെ തന്നെ കൈ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് കേട്ടോ നമ്മുടെ ജിലേബിയുടെ ഒരു മാവിൻ്റെ ഒരു പരുവം. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് ജിലേബി ഒരു കറക്റ്റ് ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ പാല് വരുന്ന ഒരു മിൽമയുടെ ഒരു കവർ എടുത്താലും മതി. ഇനി ഈ പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ഈ ഒരു മാവൊന്ന് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ 2 പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ ഇതുപോലെ മാവൊന്ന് നിറച്ച് കൊടുത്തിട്ടുണ്ട്. മാവ് നമ്മൾ ഇതുപോലെ നിറച്ചതിന് ശേഷം എന്തെങ്കിലും വെച്ച് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. റബ്ബർ ബാൻഡൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഉഴുന്നിളന്നെടുത്ത ഒരു കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് നമ്മൾ അതിന് പഞ്ചസാര എടുക്കണം. ഇതിലേക്ക് ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ആ ഒരു പഞ്ചസാരയൊക്കെ നല്ല പോലെ തന്നെ നലിഞ്ഞ് വരുന്നതിന് വരെ നന്നായിട്ട് തന്നെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ.
പഞ്ചസാരയൊക്കെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ജിലേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു ഒറ്റനൂൽ പരുവങ്ങ് ആകണ്ട, പക്ഷെ ഒരു നൂൽപ്പരുവം തന്നെ ആകണം. നമ്മൾ കൈ കൊണ്ടൊന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടിപ്പോകുന്ന ഒരു പരുവായിട്ട് കിട്ടണം കേട്ടോ. ഒരു ഹാഫ് സ്ട്രിങ് പരുവായിട്ട് കിട്ടിയാൽ മതി. അതാണ് കേട്ടോ നമ്മൾ ജിലേബിക്ക് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്നതിനുള്ള ഒരു പരുവം. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു പഞ്ചസാര അങ്ങ് ക്രിസ്റ്റലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ വാനില എസൻസ് ആണ്. എസൻസ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ആ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇതുപോലെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് ഞാനൊരു സ്വല്പം മാത്രം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് ജിലേബിയുടെ ഒരു ഷേപ്പാക്കി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാടങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഒരുപാടങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഓയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ ആദ്യമായിട്ടൊക്കെ നമ്മൾ ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇതുപോലെ ഒരു പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തെന്നിപ്പോകാതെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് വരച്ചിട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓയിലിന് ഒരുപാട് ചൂട് അങ്ങ് ഉണ്ടാകാൻ പാടില്ല, ഒരു മീഡിയം ചൂട് ഉണ്ടാകാൻ പാടുള്ളൂ. ജിലേബിയുടെ ഒരു കട്ടി നമുക്ക് അറിയാലോ, അപ്പോൾ ആ ഒരു കട്ടിക്കനുസരിച്ച് നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഓയിൽ ഒരു മീഡിയം ചൂടേ ഉള്ളൂ. ആദ്യം നമുക്ക് ഇതുപോലെ 2 വട്ടം വലുതായിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇതുപോലെ വട്ടം വട്ടം വരച്ചു കൊടുത്താൽ മതി. കാണുമ്പോൾ ഇതുപോലെ വരച്ചിട്ടെടുക്കുന്നത് കുറച്ച് പണിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഒരെണ്ണം കൂടി നമുക്കിതിലേക്ക് വരച്ചു കൊടുക്കാനുള്ള ഒരു ഇടയുണ്ട്. കുറച്ചൊന്ന് ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ ഈ ജിലേബീനെ നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ മുങ്ങിക്കിടക്കുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കി കൊടുക്കാം. ഓയിൽ ഇതുപോലെ നമ്മൾ ആക്കി കൊടുത്തിട്ട് ആ ഒരു മുകൾ ഭാഗം ഒന്ന് വെന്തിട്ട് വേണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മുകൾ ഭാഗം ചെറുതായിട്ട് വെന്തില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ മാവ് അങ്ങനെ അങ്ങ് പരന്നു പോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓയിലൊന്ന് ആക്കി കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ജിലേബി ഇവിടെ നിന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്ത് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ ആ ഒരു ഉഴുന്നിൻ്റെ ചൊവയൊന്നും നമുക്ക് ഉണ്ടാകാതിരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഷുഗർ സിറപ്പിന് നല്ല ചൂടുണ്ടായിരിക്കണം. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഉഴുന്നിൻ്റെ ഒരു കുത്തൽ ഉണ്ടാകാതിരിക്കത്തുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഷേപ്പിലൊന്ന് വരച്ചിട്ടെടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ 2 വട്ടം വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വട്ടം വരച്ചു കൊടുക്കാം. ആദ്യം ഞാൻ ചെയ്തപ്പോൾ ഇതുപോലെ മുകളിൽ കൂടെയുള്ള വട്ടം ഒരു തവണ വരച്ചു കൊടുത്തിട്ടുള്ളായിരുന്നു. ഇതിപ്പോൾ നമുക്ക് 2 തവണയായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. മുമ്പത്തെ പോലെ തന്നെ നമുക്ക് ഇത് ഒന്ന് ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഷുഗർ സിറപ്പിൽ നല്ല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്താൽ കറക്റ്റ് നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു മധുരം നമുക്ക് കിട്ടത്തില്ല. കുറച്ച് നേരമെങ്കിലും നല്ല ചൂടോട് കൂടിയിട്ട് ഈ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ഒരു കറക്റ്റ് മധുരം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം തന്നെ ഇതുപോലെ ഒന്ന് ഷുഗർ സിറപ്പിൽ കിടക്കട്ടെ, എന്നിട്ട് നമുക്കങ്ങ് എടുത്താൽ മതി. അപ്പോൾ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് നല്ലപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് സിറപ്പ് ഇറങ്ങിയതിന് ശേഷം ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ജിലേബി നമുക്ക് നെയ്യിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഇതിന് ജാൻഗിരി എന്ന് പറയും. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ജിലേബിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ദിവസം തന്നെ കഴിക്കുന്നതിൽ നല്ലത് പിറ്റേ ദിവസം നമ്മൾ കഴിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിറ്റേ ദിവസം കഴിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ബേക്കറി സ്റ്റൈൽ പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ ഒരു ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. അപ്പോൾ 1-2 കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, നമുക്ക് കറക്റ്റായിട്ട് ജിലേബി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു ചൂടോട് കൂടിയിട്ടൊക്കെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഷുഗർ സിറപ്പിന് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജിലേബിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു റെസിപ്പിയാണ് കേട്ടോ. ആ ഒരു ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.